എറണാകുളം ജില്ലയിലെ UDF സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കൊച്ചി കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. NDAയിൽ ഇതിനോടകം സീറ്റ് ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ കണ്ട് ഒത്തഭ്യർത്ഥിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നമ്മുടെ നാടിൻ്റെ തുടർ വികസന LDF സ്ഥാനാർത്ഥിയായ എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണവും റീൽ വീഡിയോകളുമായി സജീവമായി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെയാണ് പലരുടെയും പ്രചരണം. കൊച്ചി കോർപ്പറേഷനിൽ മുന്നണികളിൽ സീറ്റ് ധാരണ രൂപപ്പെട്ടു. ചർച്ചകൾ പൂർത്തിയാക്കി UDF ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കൊച്ചിൻ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനവും ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ അഡ്വാൻസ് ചെയ്തിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. LDFൽ അവസാനവട്ട ചർച്ചകൾ സജീവമാണ്. ഇതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തീകരിച്ചു കഴിഞ്ഞു. LDF അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സജ്ജമായി. NDAയിൽ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിന്റെ കൂടി താൽപര്യം പരിഗണിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് NDA ക്യാമ്പിന്റെ നീക്കം. ജില്ലയിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണം ആരംഭിച്ചത് 2020 പലയിടങ്ങളിലും നിർണായക ഘടകമാകുന്ന സ്വതന്ത്രരും പരസ്യ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ പ്രചരണത്തിന്റെ ചൂട് കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മുന്നണികൾ. ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും പലരും ഇതിനോടകം തന്നെ പരസ്യ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറ പേഴ്സൺ VS രാഹുലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.